Hello guys, welcome to Castrol Movie Movie channel. ഇപ്പോൾ ഇപ്പോൾ സമയം 10 മണി. ആദ്യത്തെ ഗുരുവായൂർ അമ്പലം നട സിനിമയാണ്. സിനിമ അഭിനയിക്കുന്നത് രാജേട്ടൻ, ബേസിലേട്ടൻ, ശ്രീരാജൻ, നബില എന്നത് ജഗദീഷ് ഏട്ടൻ, ബൈ സന്തോഷ്, പിന്നെ ഇർഷാദ് അലി, കോട്ടയം രമേശ്, പിന്നെ ആരൊക്കെയുണ്ട്, പിന്നെ യോഗി ബാബു ഒക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. രാജു വർഗീസ് എന്ന ക്യാമിയോ അപ്പിയറൻസ്. പിന്നെ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളി പടം. തിയേറ്ററിലാണെങ്കിലും OTTയിലാണെങ്കിലും ഇന്ന് കാണാൻ പറ്റിയ പടം. കാര്യം കാണണം, എനിക്ക് പറയാനുണ്ട്. അത്രയ്ക്ക് അടിപൊളി പടം. ഇങ്ങനത്തെ ഒരു പടം കാണണം കണ്ടു മച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണ്. ആൻഡ് ഡയറക്റ്റഡ് ബൈ വിപിൻ ദാസ്. ജയ ഹേയുടെ ഡയറക്ടറാണ്. അതും ദിസ് മൂവി ഈസ് നോട്ട് ആക്ടിങ് brilliance, not this is a but this is a director brilliance ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം വേറെ എത്ര ബ്രില്യൻസ് ആണെങ്കിൽ രാജേട്ടൻ അഭിനയിക്കുകയും ഇത്രയൊരു സക്സസ്ഫുൾ അടിപൊളിയാക്കാനും കാരണം ഞാൻ ഇതും പറയില്ല. കാരണം സെറ്റ് അവസാനത്തൊരു അരമാണ് ഒരു സെറ്റ്. ആ സെറ്റ് അത്ര അടിപൊളിയാക്കണം എനിക്ക് പ്ലാൻസ് വെച്ച് എഡിറ്റേഴ്സിനെയും സിനിമ സെറ്റ് ഉണ്ടാക്കിയ സപ്പോർട്ട് ചെയ്താണ് ഇത്രയാണ് ഇത്ര ബ്രില്യൻസാണ് സിനിമയിൽ ഏറ്റവും വലിയ പോസിറ്റീവ്. പിന്നെ രാജേട്ടൻ കളിച്ചിട്ടുണ്ട്. രാജേട്ടൻ ഒരു ഇൻട്രോൾ ബ്ലോക്കിൽ വില്ലൻ മനസ്സിൽ ഒരു ഇൻട്രോൾ ബ്ലോക്ക് തൊട്ട് ഒരു 40 മിനിറ്റത്തേക്ക് അതിനൊരു വില്ലനാണ്. പിന്നെ സദ്യ പറയുമ്പോൾ അത് മാറി വീണ്ടും ഹീറോയിലുണ്ടെന്നാണ് രാജേട്ടൻ. പിന്നെ ബേസിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നഗില എമ്മൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോട്ടയം രമേശ് പഴയതുപോലെ തന്നെ ആറാട്ടിലെ വെള്ളത്തരം പോലെ ഇതിൻ്റെ വെള്ളത്തരം കാണിക്കാൻ നോക്കി. പക്ഷേ അതൊരു സ്പോയിലറാണ്. കോട്ടയം രമേശ് കട്ട സ്പോയിലർ. ഇർഷാദ് അലിയും സ്പോയിലറാണ്. ബാക്കി എല്ലാവരും മലയാളം കാണിച്ചിട്ടുണ്ട്. പിന്നെ വിപിൻ ദാസിൻ്റെ ഡയറക്ഷൻ പൊളിച്ച്, മ്യൂസിക് ബൈ ജോൺ കുട്ടി അതും പൊളിച്ച്. പിന്നെ പാട്ടുകൾ നൈസ് ബീജിയം പറ്റണ ബീജിയം എടുത്തിരുന്നു ഈ സിനിമയ്ക്ക് ഈ ജോൺകുട്ടി എന്ന് പറയുന്ന ആൾ. പിന്നെ സിനിമയിൽ ഏറ്റവും കാണാനുള്ളത് അവസാന നന്ദനത്തിൻ്റെ ഒരു റിഫറൻസ് ഉണ്ട്. മോനെ അതും കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് രാജേട്ടൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് സിനിമ കുറിച്ച് പറയാൻ ചോദിച്ചത്. കുറച്ചുകൂടി ഉണ്ട് എഡിറ്റിങ് 2.25 മണിക്കൂറാണ് സിനിമ ദൈർഘ്യമായിട്ട് പറയണം. അപ്പോൾ അത് കുറച്ച് ദൈർഘ്യമാണ് ഒത്തിരി എനിക്ക് പറയാനുണ്ട്. പിന്നെ യോഗാവിൻ്റെ അവസാനം വരുന്ന അവസാനത്തെ 35 മിനിറ്റിലാണ് വരുന്ന ആ കോമഡി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ഏട്ടനൊക്കെ പൊളിച്ചിട്ടുണ്ട്. ജഗദീഷ് ഏട്ടനും ബൈജു
അതുപോലെ പിന്നെ പി പി കുഞ്ഞിക്കൃഷ്ണൻ അവരും വരെയും അഭിനയിച്ചിട്ടുണ്ട്. പടം കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. പിന്നെ ദിസ് ഈസ് എ മച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ആരും വിട്ടുകളയരുത് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, എൽറ്റ, ഒസ്കസ്.